അയാളൊന്നും പറയേണ്ടി വരില്ല, ഐശ്വര്യ വിശദീകരിക്കേണ്ടി ഒന്നും വരില്ല, നാട്ടുകാർക്ക് മനസ്സിലാവൂത്. പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ. നിങ്ങൾ വിചാരിക്കണതാ തൊള്ളേ കൂടി വരിക? നിങ്ങളെ ഉള്ളിലുള്ളത് ഈ പുറത്തേക്ക് വരിക. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദറിയണമെന്ന് പോയിട്ട് വേദറിയാണെന്ന് കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയുകയും ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഓരോന്തൊക്കെ വിചാരിച്ചു പോയി ഉള്ളാളത്തേക്ക് എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നെ. ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ. ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദ്റത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയിലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കെ വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട്. കുരുവട്ടൂർ ഷെയ്ഖ് ഇവൻ ഈ പറയുന്നത് ആരെ കുറിച്ചറിയാം? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ കുറിച്ചാണ്. അപ്പോൾ ഇവൻ ആരാണ് എന്താ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി തന്നത്. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഇവന് ഒരറക്കുണ്ട് എന്ന് പറഞ്ഞത്. എന്തായിരുന്നു ഇപ്പൊ അറക്കം? എന്തോ ഒരു അറക്കത്തെ കുറിച്ച് പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കട്ടോ. ഒരറക്കം അപ്പൊ ഷവ്വാലിന്റെ ഒരു അറക്കുണ്ട് എന്നാ പറഞ്ഞത്. ആ അറക്കം ഗ്ലോബൽ വില്ലേജിൽ ഇറങ്ങി. പിന്നെ ദുബായിൽ നിന്ന് ഒരു അറക്കം ഇറങ്ങുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. മികമികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവായെടുത്തൊരു ഹാത്തം വിതൽക്ക് പതിത്തിടല. അപ്പൊ അബുജാഹിലിന്റെ അറക്കം കണ്ടങ്ങള് ദുബായിൽ നിന്നുള്ള നാട്ടിലേക്കുള്ള ഒരു അറക്ക. ദുബായി പോയിട്ടുള്ള വരുന്നൊരു വരവിലുള്ള ഒരു അറക്കാണ് പോയി കണ്ടത്. അപ്പോ ഒരു കാലത്ത് ഈ മനുഷ്യൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇയാളുടെ വാപ്പ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് പോയപ്പോ മടവൂർ ഷെയ്ഖ് എന്താ പറഞ്ഞെന്നുള്ള ഇയാൾ തന്നെ പറഞ്ഞു കേട്ടു. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലേക്ക് ഇശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാഅത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം, ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാഅത്ത് ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ ഉലമയിൽ കണ്ടതാണ് ഖുത്ബുൽ ആലം നമുക്ക് അവരിലേക്ക് ഇശാറത്താക്കി തന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇശാറത്താക്കി പറഞ്ഞു തന്നത്. നമുക്ക് അവര് പഠിപ്പിച്ചു തന്ന ആ കർശന നിലപാട്. ഇത് കോമാട്ടിൽ അബ്ദുല്ലാന്റെ ആദ്യകാലത്തുള്ള ഒരു പ്രസംഗ. ഇപ്പൊ ഓന്റെ വാലുമ കൂടി നടക്കണ ഒരു നൗഷാദ് ഉണ്ടല്ലോ, ഓനും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സമസ്തക്കളിൽ ഭിന്നിപ്പുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു. ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, സഹോദരങ്ങളെ, സുന്നി പ്രവർത്തകരെ, നിങ്ങളത് നെഞ്ചുവെക്കണം. എന്താണ് പറഞ്ഞത്? ദീനിന്റെ കാര്യം പറയാൻ. ആരുടെ വാക്ക്? CM വലിയുല്ലാഹിയുടെ വാക്ക്. എന്റെ വാക്കല്ല. ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ APയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഖുത്ബുൽ ആലമിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ, ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ നേതൃത്വം. ഞങ്ങൾ അന്നും ഇന്നും എന്നും ആ ഉസ്താദിന്റെ കീഴിൽ തന്നെയാണ്. അതുകൊണ്ട് പിഴച്ചു പോയിട്ടില്ല. പക്ഷെ പിഴച്ചു പോയത് നിന്നെ പോലുള്ള ആളുകളാണ്. ഇപ്പൊ ഈ കുരുവട്ടൂര് ഇവരെ വലിയ ലക്ഷ്യം തന്നെ എന്താണ്? അത് ഞാനൊന്ന് കേൾപ്പിച്ചേരാം. അതിന് ഉഷാദ് പറയുന്നൊന്ന് കേൾപ്പിച്ചേരട്ടോ. ഇവരെ ലക്ഷ്യം എന്താന്നുള്ളത് തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഹൃമത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. ഇവന്റെ ഷെയ്ഖിന് എന്തു പറ്റുമെന്നാ പറയുന്നത്. ഈ രീതിയിലാവണം കാര്യങ്ങൾ. അപ്പൊ അതെന്ത് ചെയ്യാണ്? ഒരുപാട് പണ്ഡിതന്മാർ സമ്മതിക്കുന്നില്ല ഇവരെ. അപ്പൊ ഇവര് പ്രത്യേക ഒരു ടീമൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവര് കുറെ ആൾക്കാർ രംഗത്തുണ്ടായിരുന്നു. ആദ്യം ഇതിന്റെ ഉള്ളിൽ നിന്ന് തകർക്കാം. എന്തോ ഒരു പ്രസ്ഥാനത്ത് ഉള്ളിൽ നിന്ന് തകർക്കാൻ എളുപ്പമാണല്ലോ. അതിന് കച്ചകെട്ടി ഇറങ്ങിയ ആൾക്കാരായിരുന്നു. ഒരു മുഹമ്മദ് രാമന്തളി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ജിഷാമായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഒരു കാലത്ത് ഇവരൊക്കെ വലിയ രീതിയിൽ ആദർശമൊക്കെ പറഞ്ഞിറങ്ങിയ ആളുകളാണ്. അപ്പൊ പിന്നെ വലിയ ബാക്കിലുള്ള ലക്ഷ്യം സാമ്പത്തികർ. അപ്പോൾ അതിന് വിവിധ തർക്കങ്ങൾ ഉണ്ടാക്കുക, തമ്മിൽ പരസ്പരം സംവാദങ്ങൾ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരായിരുന്നു. കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ ഈ എന്തെങ്കിലും പഴുതുകൾ കിട്ടുമ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കാരണം പുറമേ നിന്ന് തകർക്കാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയില്ലല്ലോ, ഉള്ളിൽ നിന്ന് തകർക്കുക. അതിന്റെ വലിയൊരു ഉദാഹരണം
SKSSF വേദിയിൽ വെച്ചിട്ട് ഈ മുഹമ്മദ് രാമന്തളി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം നമുക്ക്. ഈ മനുഷ്യൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനലിൽ പോകാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ചാനലിൽ പോകാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ജിഷാൻ മായിയുടെ CD റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത CD കൊണ്ടുവന്നിട്ട് ജിഷാനെ കൊണ്ട് ആദ്യം നൌഷാദ് ഹസനെ കൊണ്ട് വിളിപ്പിച്ചു, പിന്നെ ഞാൻ വിളിച്ചു. റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ ഇവിടെ തന്നെ ക്യാമറ പിടിച്ചിരിക്കുന്നു. ഒരു ലുബാബ മീഡിയ എന്ന് പറഞ്ഞ ഒരു മീഡിയ ഉണ്ടായിരുന്നു മുമ്പ്. അതിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വന്നിരുന്നത്. അതിൽ നമ്മൾ ഉസ്താദുമാരായിട്ട് അഭിമുഖം നടത്തും. അതുപോലെ തന്നെ എത്ര വിഷയങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഷഹർ മുബാറക്ക് വിഷയത്തിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ അറിയുന്നവർക്ക് ബോധ്യപ്പെടുത്തുന്നതിലപ്പുറം പല വിവാദങ്ങളും ഇവരുണ്ടാക്കി. ഇവർക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് അതിലിങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങളും ഇവർ കണ്ടപ്പോൾ നമ്മൾ ഉസ്താദുമാരെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് ഇവർക്ക് ഈ ആദ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയാം. ഇപ്പൊ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട AP ഉസ്താദിനെതിരെ ആണ് വന്നിട്ടുള്ളത്. ഈ കുരുവട്ടൂർ ഷെയ്ഖിന്റെ വാപ്പ വരെ അംഗീകരിച്ച വാപ്പാട് വരെ വടവൂർ ഷെയ്ഖ് പറഞ്ഞതാ സത്യം അവിടെ കൂടിക്കൂടി എന്നുള്ളത്. പിന്നെ ഒപ്പം വേറെ കുഞ്ഞമ്മതുണ്ട്, ഓൻ പറയുന്നുണ്ട് AP ഉസ്താദിന്റെ അടുത്താണ് സത്യം എന്നുള്ളത്, അവിടെ നിൽക്കാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിറ്റക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരിയുടെ ഒരു വാക്കുകളാണ് നമ്മൾ കേട്ടത്. ദുബായിൽ നിന്നും ആ അബുജാഹിൽ അഹങ്കാരത്തോടു കൂടി വരുന്ന ആ വീഡിയോ നമ്മളിവിടെ കണ്ടു. ആ അഹങ്കാരത്തോടു കൂടെ വന്നിട്ടാണ്, ആ അഹങ്കാരത്തോടു കൂടിയിട്ടാണ് AP ഉസ്താദിനെതിരെ സംസാരിച്ചത്. എന്തായാലും സത്യവിശ്വാസികളെ ഇത്തരം ശത്രുക്കളിൽ നിന്ന് റബ്ബ് കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.